والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ആദരണീയരായ ഉസ്താദുമാർ, സാദാത്തുക്കൾ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഉമ്മപെങ്ങന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1499 ജന്മദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന ഷഹറുൽ അമീൻ മീലാദ് ഫെസ്റ്റിൻ്റെ ഭാഗമായി അണിയിച്ചൊരുക്കിയ പ്രൗഢോജ്ജലമായ വേദിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മുഹബ്ബത്തിനെ കുറിച്ച് അല്പം സംസാരിച്ച് ഞാൻ നിർത്താം. നമുക്കറിയാം, ലോകത്ത് ഏറ്റവും കൂടുതൽ ഒരു വ്യക്തിയെക്കുറിച്ച് പാടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, രചിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഒരു വ്യക്തിയെക്കുറിച്ച് വിഷയമാക്കി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചാണ്. നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ് നമുക്ക് ഈ ലോകത്തും പരലോകത്തും ഏറ്റവും സ്നേഹം കൊണ്ടും മറ്റു എല്ലാം കൊണ്ടും കടപ്പെട്ടത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മാത്രമാണ്. മഹാനായ ഇമാം ബൂസൈരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എനിക്ക് പക്ഷാഘാതം രോഗം പിടിപെട്ടപ്പോൾ ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് കാവ്യം രചിക്കാൻ നിർച്ചയാക്കി. അവിടുന്ന് ഒരു ബൈത്തിലൂടെ പറയുന്നത് കാണാം, وَمُنْذُ أَلْزَمْتُ أَفْكَارِي مَدَائِحَهُ وَجَدْتُهُ لِخَلَاصِي غَيْرَ مُلْتَزِمٍ. എനിക്ക് ഒരു പക്ഷാഘാത രോഗം പിടിപെട്ടപ്പോൾ ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ മദ്ഹ് കാവ്യം രചിക്കാൻ നിർച്ചയാക്കുകയാണ്. അതെന്റെ രക്ഷയ്ക്ക് കാരണമാവുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ ഇമാം ബൂസൈരി റളിയല്ലാഹു അൻഹു രചിച്ച ആ കാവ്യമാണ് ആമിൻ തവക്കുരി ജി റാനിൻ ബി സലാമി മവജ്തദം അൻജറാ മിൻ മഖലത്തിൻ ബിദമി എന്ന കാവ്യശകലങ്ങളിൽ തുടങ്ങിയിട്ട് യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലഗ മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളാ യാ വാസിഅൽ കറമി. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ على حبيبك خير الخلق كلهم. ഈ ബുർദ രചിച്ചപ്പോ മഹാനായ ഇമാം ബൂസൈരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, എനിക്ക് പക്ഷാഘാതം രോഗം പിടിപെട്ടപ്പോ ഞാൻ ബുർദ രചിക്കുകയാണ്, ബുർദ രചിക്കാൻ നിർച്ചയാക്കുകയാണ്. ആ ബുർദ രചിക്കാൻ നിർച്ചയാക്കുന്നത് കൊണ്ട് ആ ബുർദ രചിക്കാൻ നിർച്ചയാക്കിയതിന്റെ പേരിലോ എന്റെ പക്ഷാഘാതം രോഗം എന്നിൽ നിന്ന് വിട്ടുപോവുകയാണ്.
അത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ച മഹാനായിരുന്നു ഇമാം ഉസൈദ് റളിയല്ലാഹു അൻഹു. ഒരിക്കൽ ബുദ്ധ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ചരിത്രത്തിൽ കാണാം, ബുദ്ധ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ആമിറുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. ആ പോകുന്ന സാഹചര്യത്തിൽ പോയി ആമിർ അൻസാരി റളിയല്ലാഹുവിന്റെ വീട്ടിലെത്തിയപ്പോ അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേൾക്കുന്നത് എന്താണെന്നോ, മഹാനായ ആമിറുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് മഹാനായ ബുദ്ധ റളിയല്ലാഹു അൻഹുവും കൂടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആമിറുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് അതിഥികളായി പോവുകയാണ്. അവിടെ ചെന്നപ്പോ എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണുന്നതെന്നോ, മാഷാ അല്ലാഹ് ആമിറുൽ അൻസാരി റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ, തന്റെ അയൽവാസികളെയും തന്റെ കൂട്ടുകുടുംബാദികളെയും തന്നിൽ നിന്നുള്ള സുഹൃത്തുക്കളെയും ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ടല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഭൂമിലോകത്തേക്ക് പൂജാതനായ സമയത്തുള്ള ഭൂമിലോകത്തേക്ക് പൂജാതനാകുമ്പോഴുള്ള സാഹചര്യങ്ങൾ ഇങ്ങനെ മദഹ് പാടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്തോഷിക്കുകയാണ്, ആഹ്ലാദിക്കുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ആമിറുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, അല്ലയോ ആമിറേ, അല്ലയോ ആമിറേ, നീ എന്റെ മദഹ് പാടി പറഞ്ഞതിന്റെ പേരിലോ, നീ എന്നോട് എന്റെ കുറിച്ചുള്ള മദഹ് പാടി പറഞ്ഞതിന്റെ പേരിലോ അല്ലാഹു സുബ്ഹാനഹു വ തആല, ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് റഹ്മത്തിന്റെ കവാടം തുറന്നു വെച്ചിരിക്കുകയാണ്. അല്ലയോ ആമിറേ, നിനക്ക് അല്ലാഹു റഹ്മത്തിന്റെ കവാടം തുറന്നു വെച്ചിരിക്കുകയാണ്. തീർന്നില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും പറയുകയാണ്, അല്ലയോ ആമിറേ, നീ ഈ ലോകത്ത് ചെയ്തു പോയ, ഇനി ചെയ്യാതിരിക്കുന്നത്, ഇനി വല്ല തെറ്റുകളും സംഭവിച്ചു പോയാൽ അത് അല്ലാഹു റഹ്മത്ത് മഗ്ഫിറത്ത് നൽകിയിട്ടുണ്ട്. നീ ചെയ്തു പോയ തെറ്റിനോ, ഇനി അറിയാതെ നിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റിനോ അല്ലാഹു നിനക്ക് മഗ്ഫിറത്ത് നൽകിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിലുള്ള മദഹ് പാടി പറഞ്ഞതിന്റെ പേരിൽ ആമിറുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന് എത്രത്തോളം പവിത്രതയാണ് ലഭിച്ചത്. റഹ്മത്തിന്റെ കവാടം തുറക്കപ്പെട്ടു കൊടുത്തില്ലേ. ചെയ്തു പോയതും ഇനി ചെയ്യാനിരിക്കുന്നതുമായ എല്ലാ തെറ്റുകളും അല്ലാഹു പുറത്തപ്പെട്ടു കൊടുത്തില്ലേ. അങ്ങനെ ഒരു വേദിയിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഒരിക്കൽ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലെ മദീനയിലെ മഖബറകളിലൂടെ ഇങ്ങനെ സിയാറത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഖബറിനടുത്തെത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു അശരീരി കേൾക്കുകയുണ്ടായി. ഒരു ഖബറിൽ നിന്ന് വല്ലാത്ത അശരീരി കേൾക്കുകയുണ്ടായി. എന്താണെന്നോ ആ ശരീരി? സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഖബറിൽ നിന്ന് എന്താണ് കേൾക്കുന്നതെന്നോ? الأمان 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 من عذاب الله الأمان من عذاب الله يا رسول الله. അല്ലയോ അല്ലാഹുവിന്റെ പ്രവാചകരെ, അല്ലയോ അല്ലാഹുവിന്റെ റസൂലരെ, നിന്നെ അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കണേ. അൽ-അമാൻ അൽ-അമാൻ. അല്ലാഹുവിന്റെ റസൂല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖബറിൽ നിന്ന് അശരീരി കേൾക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൂടെയുണ്ടായിരുന്ന സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്,
അല്ലയോ സൽമാൻ, നീ മദീന പട്ടണത്തിൽ പോയിട്ട് വിളംബരം ചെയ്യണം. എല്ലാവരോടും അവരവരുടെ കുടുംബാംഗങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബർ സിയാറത്ത് ചെയ്യുവാൻ വേണ്ടി കൽപ്പിക്കണം. മഹാനായ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറഞ്ഞ ഉടനെ മദീന പട്ടണത്തിലേക്ക് നീങ്ങുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് വിളംബരം ചെയ്യുകയാണ്. അല്ലയോ മദീന നിവാസികളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പനയുണ്ട്, നിങ്ങളെല്ലാവരും അവരവരുടെ കുടുംബാംഗങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബർ സിയാറത്തിന് വേണ്ടി പോകേണ്ടതാണ്. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പന കേട്ടയുടനെ മദീന നിവാസികൾ അവരവരുടെ കുടുംബാംഗങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബർ സിയാറത്തിന് വേണ്ടി പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, ഈ അശരീരി കേട്ട ഖബറുണ്ടല്ലോ, വല്ലാത്ത അവസ്ഥയിൽ വിളിക്കുന്ന ഖബറുണ്ടല്ലോ, ഈ ഖബറിന്റെ അടുത്തേക്ക് ആരും വരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാരുണ്യത്തിന്റെ കടലാണ്. പ്രിയപ്പെട്ട ഉമ്മമാരെ, പെങ്ങന്മാരെ, സുഹൃത്തുക്കളെ, ഓർക്കണേ, കാരുണ്യത്തിന്റെ കടലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആരും വരുന്നില്ല എന്ന് കരുതി വിട്ടതിന് പോകുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഖബറിന് ചാരത്ത് നിൽക്കുകയാണ്. വിട്ടഴിഞ്ഞു പോകുന്നില്ല, കൈയൊഴിഞ്ഞു പോകുന്നില്ല. ഈ കാലത്ത് നാം ഓർക്കണോ, നാം തന്റെ മാതാപിതാക്കളെ സ്നേഹിച്ചാലോ, നാം തന്റെ മക്കളെ സ്നേഹിച്ചാലോ തിരിച്ചു കിട്ടണമെന്നുള്ള യാതൊരു പ്രതീക്ഷയുമില്ല. എത്രയെത്ര സ്നേഹം കിട്ടിയ, എത്രത്തോളം വാത്സല്യം കിട്ടിയ മക്കളാണ് വളർന്നു വലുതാകുമ്പോൾ മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിൽ കൊണ്ടുപോയാക്കുന്നത്. എത്രയെത്ര മാതാപിതാക്കളാണ് തന്റെ പിഞ്ചോമനകളായ മക്കളെ റോഡരികിൽ കൊണ്ടു തള്ളുന്നത്, മറ്റു സ്ഥലങ്ങളിൽ കൊണ്ടു തള്ളുന്നത്. ഒരിക്കലും സ്നേഹിച്ചാൽ തിരിച്ചു കിട്ടണമെന്നില്ല. എന്നാൽ കാരുണ്യത്തിന്റെ കടലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചു നോക്ക്. ഒരിക്കലും പാഴാവുകയില്ല, ഒരിക്കലും വേസ്റ്റാവുകയില്ല, ഒരിക്കലും വിട്ടറിഞ്ഞു പോവുകയില്ല. നാം ആരെ സ്നേഹിച്ചോ, ഈ കാലത്ത് എത്ര സുഹൃത്തുക്കളാണ് മറ്റുള്ളവരെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്, മറ്റുള്ളവരെ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നത്. ആരും നമ്മെ അറിയുന്നില്ല. എന്നാൽ കാരുണ്യക്കടൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചു നോക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാം പറയുന്ന മദഹിന്റെ അലകളെല്ലാം കേൾക്കുന്നുണ്ട്. അന്ന് അവിടുന്ന് മദീന മുനവ്വറയിൽ നിന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഖബറിന്റെ ചാരത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അവസാന നേരം വേച്ച് മുടങ്ങിയായി കണ്ട ഒരു വൃദ്ധിയായ ഉമ്മ ആ ഖബറിന്റെ അടുത്തേക്ക് വരികയാണ്. ആ ഖബറിന്റെ ചാരത്ത് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, അല്ലയോ ഉമ്മ, അല്ലയോ പൊന്നുമ്മ, ഈ ഖബർ ആരുടേതാണ്? ഈ ഖബർ നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആരുടെ ഖബറാണെന്ന് ചോദിക്കുമ്പോ ആ ഉമ്മ പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഇതെന്റെ പൊന്നാര, ഇതെന്റെ കരളിന്റെ കഷ്ണമായ, ഇതെന്റെ എല്ലാമായ എന്റെ മകന്റെ ഖബറാണെന്ന് തിരിച്ചു മറുപടി പറയുകയാണ്. കേട്ടയുടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഉമ്മയോട് ചോദിക്കുകയാണ്, അല്ലയോ ഉമ്മ, ഈ മകനെ നിങ്ങളിൽ നിന്ന് വിട്ടുപിരിയുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ്, വിട്ടുപിരിയുന്നതിന് കുറച്ചു മുമ്പ് വല്ലതും നിങ്ങൾക്ക് പൊറുപ്പിക്കേടായിട്ട് വല്ലതും ചെയ്തു പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ ആ ഉമ്മ മറുപടി പറയുന്നത് എന്താണെന്നോ, അല്ലയോ റസൂലേ,
ആ മകനിൽ നിന്ന് വിട്ടുപിരിയുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവന് മദ്യപിച്ച് വന്നുകൊണ്ട് എന്നെ ഒരുപാട് മർദ്ദിക്കുകയുണ്ടായി, എന്നെ വേദനിപ്പിക്കുകയുണ്ടായി, എന്റെ ശരീരത്തിന് മുറിവുകൾ ഉണ്ടാക്കുകയുണ്ടായി. അതെന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല, മാഞ്ഞു പോവുകയുമില്ല. കാരുണ്യക്കടൽ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മയോട് പറയുകയാണ്, അല്ലയോ ഉമ്മ, നിങ്ങൾ ഖബറിന്റെ ചാരത്തിരുന്നുകൊണ്ട് ഖബറിലേക്കൊന്ന് ചെവികോർത്ത് നോക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഉടനെ ഉമ്മ ആ ഖബറിന്റെ ചാരത്തങ്ങ് ഇരുന്നിട്ട് ഖബറിലേക്ക് ചെവി കേൾക്കുകയാണ്. അപ്പോൾ കേൾക്കുന്നത് എന്താണെന്നോ, അന്നാറു അൻ യമീനി വഅൻ ശിമാലി, അന്നാറു അൻ യമീനി വഅൻ ശിമാലി. എന്റെ നാനാഭാഗത്തോ നരകമിങ്ങനെ ആളിക്കത്തുകയാണ്, നരകമിങ്ങനെ ആളിക്കത്തുകയാണ്, തീജ്വാലകൾ ആളിക്കത്തുകയാണ്. യാ റസൂലല്ലാഹ് അൽ-അമാൻ മിൻ അദാബില്ലാഹ്. ഇത് കേട്ടയുടനെ ആ ഉമ്മയുടെ മനസ്സങ്ങ് അലിഞ്ഞു പോവുകയാണ്. ഉമ്മ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്, ഞാൻ എൻ്റെ മകനക്ക് പൊരുത്തപ്പെട്ടു കൊടുത്തിട്ടുണ്ട്, ഞാൻ എൻ്റെ മകനക്ക് പൊരുത്തപ്പെട്ടു കൊടുത്തിട്ടുണ്ട്. ഇത് കേട്ടയുടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഖബറിൽ നിന്ന് വീണ്ടും കേൾക്കുന്നത് എന്താണെന്നോ, ആ ഉമ്മ പൊരുത്തപ്പെട്ടു കൊടുത്ത ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ ഖബറിൽ നിന്ന് കേൾക്കുന്നത്, ജസാകുമുല്ലാഹു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ശിക്ഷ ആ ഖബറിൽ നിന്ന് ഉയർത്തപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രഭാഷണം നിർത്തുകയാണ്. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ബുർദ പാരായണം ആരംഭിക്കുകയാണ്.